വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6:31 നമ്മൾ ഇങ്ങനെ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. ഒപ്പം മോർണിംഗ് വോക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പൂരപ്പറമ്പ് ഓർമ്മ വരുന്നുണ്ടോ? പൂരം ഇങ്ങനെ പൂരത്തിനുള്ള അടുത്ത ദിവസങ്ങളിലാണ് പൂരം അല്ലേ? അപ്പോൾ അവിടെ അങ്ങനെ ആവേശ പൂരമാണ്. പൂരത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ് പറയുന്നത്. തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഇങ്ങനെ പൂരപ്രേമികളൊക്കെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരം 7 മണിക്ക് തിരുവമ്പാടിയും പിന്നീട് പാറമേക്കാവും സാമ്പിൾ വെടിക്കെട്ടിന് തിരിതെളിയിക്കും. ഇരുവിഭാഗത്തിന്റെയും സമയ പ്രദർശനത്തിനും ഇന്ന് തുടക്കമാകും. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തൃശൂർ നഗരം ഒരുങ്ങി. രാത്രി 7-ന് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തും. തുടർന്ന് തിരുവമ്പാടി വിഭാഗവും. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കോപ്പുകളെല്ലാം തേക്കിൻകാട് മൈതാനിയിലെ വെടിക്കെട്ട് പുരകളിൽ എത്തിച്ചു. വെടിക്കെട്ടിന് തിരുവമ്പാടിക്ക് മുണ്ടത്തിക്കോട് PM സതീഷും പാറമേക്കാവിന് ബിനോയ് ജേക്കബുമാണ് ലൈസൻസി. സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് വെടിക്കെട്ട് കാണാൻ അനുമതി. തേക്കിൻകാട് മൈതാനത്തിന്റെ അകത്തെ ഫുട്പാത്തിന് മുകളിൽ ബാരിക്കേഡുകൾ കെട്ടിക്കഴിഞ്ഞു. നിലയമുട്ടുകൾ മുതൽ ബഹുവർണ്ണ അമുട്ടുകൾ, ഗുണ്ട്, കുഴിമിന്നി, ഓലപ്പടക്കമൊക്കെയായി പ്രധാന വെടിക്കെട്ടിന്റെ അതേ മാതൃകയിലാണ് സാമ്പിളും. 7-ന് പുലർച്ചെ 3-നാണ് മുഖ്യ വെടിക്കെട്ട്. തൃശൂർ പൂരം ആനച്ചമയ പ്രദർശനവും ഇന്ന് ആരംഭിക്കും. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടി വിഭാഗത്തിന്റേത് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് പ്രദർശനം. രാവിലെ 9 മുതലാണ് പ്രദർശനം. ആലവട്ടം, വെഞ്ചാമരം, വർണ്ണക്കുടകൾ, നെറ്റിപ്പട്ടം, വലിയ മണികൾ, ചെറിയ മണികൾ, പള്ളിമണി, കഴുത്തുമണി, കാൽമണി, കച്ചക്കയർ, കോലം, വർണ്ണാഭമായ കയറുകൾ എന്നിവയാണ് പ്രദർശനത്തിനുണ്ടാവുക. കുടമാറ്റത്തിന് മാത്രം പുറത്തെടുക്കുന്ന രഹസ്യമായി ഒരുക്കിയ പ്രത്യേക കുടകൾ ഇരുവിഭാഗവും പ്രദർശനത്തിന് വെക്കില്ല. 24 തൃശൂർ. അപ്പം തൃശ്ശൂർ പൂരം കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ നല്ല അടിപൊളി ചമയ പ്രദർശനമൊക്കെ ഇന്ന് തുടങ്ങുകയാണ്. അത് ഈ തൃശ്ശൂർ പൂരത്തിനൊരു മെയിൻ ഹൈലൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. പൂരങ്ങളുടെ പൂരമായ പൂരം എന്ന് തൃശ്ശൂർ പൂരത്തിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലതരത്തിലുള്ള കാഴ്ചകളാണ്. അത് 2-3 ദിവസം മുമ്പേ കൊടികയറ്റം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങി. 10 ക്ഷേത്രങ്ങളിലും കൊടികയറി. ദേശക്കാർ തന്നെ കൊടികയറുന്ന ക്ഷേത്രങ്ങൾ, അതൊക്കെ തന്നെ പ്രത്യേകതകൾ. അവിടെ തുടങ്ങുന്നു. എന്തെല്ലാം കാഴ്ചകളാണ്. ഒരിക്കലെങ്കിലും തൃശ്ശൂർ പൂരം തീർച്ചയായിട്ടും കണ്ടിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിതാ ഇങ്ങനെ നടന്നു വന്നപ്പോ ഇവിടെ 2 ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം. ഹലോ, എന്താ പേര്? വിഷ്ണു. സുബിനും രാവിലെ കാഴ്ച കാണാൻ വന്നതാണ്. അതെ അതെ, ചേട്ടന് സൗദിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്കാനായിട്ട് വന്നതാ. അപ്പൊ ശരിയായിക്കോട്ടെ. അപ്പൊ മനസ്സിലൊരു സങ്കടമുണ്ട്. അതെ. ചേട്ടന്റെ ഫ്ലൈറ്റ് എത്തിയോ? സമയമായോ? 8:30 അപ്പൊ ഇനിയിപ്പോ അത് പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകുന്നുള്ളൂ? അതെ അതെ അതെ. കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇവിടെ കേറി നിന്ന് കാഴ്ചകൾ കാണുന്നതാണ് അല്ലേ? സുബിനാരാ? ഇതാണോ സുബിനാണ്? വിസുബിൻ. വിഷ്ണു. എന്താ വീട് എവിടെയാ? പാലക്കാടാണ്. അതെ അതെ അതെ. ആ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതിന്റെ ചേച്ചിക്ക് വന്നിട്ട് വിദ്യ എന്നാണ് പേര്. ചേട്ടന് വന്നിട്ട് വിപിൻ എന്നാണ് പേര്. അപ്പൊ എനിക്ക് വന്നിട്ട് സുബിൻ ഇട്ടു. അപ്പൊ ശരി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വി എന്ന് ചേർത്തിട്ടപ്പോ വന്നിട്ട് വിസുബിന്നായി. എല്ലായിടത്തും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ല, ചോദിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് 1, 2, 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാകാത്തോണ്ട്. അതെ. വിഷ്ണു അല്ലേ? വിഷ്ണു അല്ല, ചേട്ടനാണ്. പാലക്കാടൻ ഭാഷ വന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. ഞങ്ങള് BML വർക്ക് ചെയ്യാ. രണ്ടുപേരും അവിടെ തന്നെയാണ്. പിന്നെ അപ്പൊ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നു. കണ്ട. ഇനിയിപ്പോ ചേട്ടൻ അങ്ങനെ ഫ്ലൈ ചെയ്തിട്ടേ നിങ്ങൾ പോകുന്നുള്ളൂ അല്ലെ? ടേക്ക് ഓഫ് സൗദി. കുറച്ചാള് സൗദിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൗദിയിൽ നിന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം, ഒരു നൊസ്റ്റാൾജിയ. അതെ, നൊസ്റ്റു. അപ്പൊ ശരി, നല്ല ഞായറാഴ്ച ഇവിടെ ആസ്വദിച്ചിട്ടൊക്കെ പോവാം. താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സീ ഓഫ് ചെയ്യാനൊക്കെ വന്നിട്ട് ആ ഒരു ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം നല്ലതിനാ പോകുന്നത്. എന്നാലും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, എയർപോർട്ടിൽ പോയാലൊക്കെ ചെറിയൊരു സങ്കടമാണല്ലോ അവരെ വിട്ടു പോകുമ്പോൾ. അപ്പൊ ആ സങ്കടത്തിൽ അവർ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ തൃശ്ശൂർ പൂരത്തിലേക്ക് അതിലേക്ക് തന്നെ തിരിച്ചു പോവാം അല്ലെ? അതെ. തിരുവമ്പാടി മേളപ്രമാണിയായി ഇക്കുറിയും എത്തുന്നത് വലിയ അനുഗ്രഹമെന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. ഇലഞ്ഞിത്തറ മേളം കൊട്ടുക എന്നത്
ഏതൊരു മേളക്കാരനെയും പോലെ തന്റെയും വലിയ ആഗ്രഹമെന്നും ശങ്കരൻകുട്ടി മാരാർ 24-നോട് പറഞ്ഞു. നിഖിൽ പ്രമേഷിനോടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെരുവനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർ എന്നൊക്കെ പറയുമ്പോൾ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. അപ്പോൾ നിഖിൽ പ്രമേഷുമായി അദ്ദേഹം നടത്തിയ അഭിമുഖം. പൂരപ്രേമികൾ തൃശൂർ പൂര നഗരിയിലേക്ക് എത്തുമ്പോൾ തിരുവമ്പാട് വിഭാഗത്തിന്റെ മേളപ്രമാണിയായി ഇത്തവണയും ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻ മാരാറാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ മേളം കാണാനെത്തുന്ന, അങ്ങേ കേൾക്കാനെത്തുന്ന പൂരപ്രേമികൾക്ക് എന്ത് അത്ഭുതമായിരിക്കും അങ്ങ് ഉൾപ്പെടുന്ന സംഘം കാത്തുവച്ചിട്ടുണ്ടാവുക? അത് എല്ലാവരും നല്ല അഭിപ്രായത്തിൽ വരും. ഒന്ന്, അവർക്ക് ഉത്സാഹ വഴി, നല്ല മേളം കാണുമ്പോൾ ഉത്സാഹ വഴി ഉണ്ടാവും. ആ ഉത്സാഹ വഴി കാണുമ്പോൾ നമുക്ക് എല്ലാവരും ഉത്സാഹം ഉണ്ടാവും. അതാണ്, അപ്പോഴാണ് മേളത്തിനൊരു പവർ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഇലഞ്ഞിത്തറയിൽ ഒന്ന് കൊട്ടണമെന്നുള്ള ഒരാഗ്രഹം അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് കേട്ടു. മനസ്സിലുണ്ട്, പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഭാഗ്യം ഉണ്ടാവാം എന്ന് വിചാരിക്കാം. ഓരോ മേളപ്രമാണിമാർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. കാരണം ലോകം അറിയുന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു മേളാണ് ഇലിഞ്ഞത്തറ മേളം എന്ന് പറഞ്ഞത്. അതിന് പ്രാധാന്യം എന്താ വെച്ചാൽ അത് ലോകം കാണുന്നുണ്ട്. മടത്തിൽ വരവ് പഞ്ചായത്തിന് പ്രാധാന്യം അതും കാണുന്നുണ്ട്. അതിനാണ് മടത്തിൽ വരവിന് പ്രധാനമായിട്ട് കാണുന്നത്. മറ്റേ ഇവിടുത്തെ മേളത്തിന് അധികം കാണുന്നില്ല എങ്കിലും ആൾക്കാർ ഇവിടെയും അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരണ്ട്. പക്ഷേ എല്ലാ വർഷത്തേക്കാളും ഇപ്പോൾ 2 കൊല്ലമായിട്ട് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അത് കാരണം കുറച്ചേരം അവിടെ നിന്ന് ഞാൻ നേരത്തെ പോയി നിൽക്കും, അവിടെ നിൽക്കും. എന്നാലും പാടാണ്. എന്നാലും ആൾക്കാരുടെ സഹകരണം നല്ലോണം ഉണ്ട്. നമ്മളോടും താല്പര്യം കാണുന്നുമുണ്ട്. അതാണല്ലോ നമ്മുടെ സന്തോഷം. ഈ 74-ാമത്തെ വയസ്സിലും അങ്ങേക്ക് ഇത്രയും സമയം ഇങ്ങനെ നിൽക്കാന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും തന്നെ അനുഭവപ്പെടാറില്ല? അനുഭവപ്പെടാറില്ല അല്ല, വയ്യായുണ്ട് എങ്കിലും. പക്ഷെ ആ സാധനം തോളത്തിടുമ്പോൾ അതിനൊരു പിന്നെ ഒക്കെ ഭഗവാൻ നോക്കും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഇതുവരെ മോശമായി കണ്ടിട്ടുമില്ല. നന്നായി എന്നെല്ലാവരും പറയുന്നുണ്ട്. നമുക്കതാണ് ആവശ്യം. അതാണ് എൻ്റെ ഒരു ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മാറിപ്പോകും. അതിൽ മാറ്റമില്ല. ഇത്തവണയും തിരുവമ്പാടിയുടെ മേളപ്രമാണിയായി അദ്ദേഹം ഉണ്ടാകും. അവിടെ എത്തുന്ന മേളപ്രേമികളെ, പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിക്കാൻ അദ്ദേഹത്തിന്റെ സംഘമുണ്ടാകും. നിഖിൽ പ്രമേഷ്, 24 തൃശൂർ. ശരി, നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും കൊള്ളാം. ഈ പൂരത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആ കൊട്ടും മേളവും തന്നെയാണ്. അദ്ദേഹത്തിന് ഇലഞ്ഞിത്തറ മേളം കൊട്ടണം എന്നുള്ളത് വലിയ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ചെണ്ട അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ തോളത്തേക്ക് അങ്ങ് തൂക്കി കഴിയുമ്പോഴേക്കും പിന്നെ എല്ലാ ക്ഷീണവും മറക്കും, എല്ലാം മറന്ന് അതിൽ ലയിക്കും. അതൊരു സത്യമാണ് അല്ലേ? ഇപ്പം നമ്മളാണെങ്കിലും ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷെ മൈക്കെടുത്ത് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് ആയി കഴിഞ്ഞു. അതെല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ തൊഴിലിനെ സ്നേഹിച്ച് അങ്ങനെ അതിൽ ലയിച്ചു പോകുമ്പോൾ അത് കൂടുതൽ ആസ്വാദികരവുമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോകാം. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ കട നടത്തുന്ന ആളെ NIA ചോദ്യം ചെയ്യുകയാണ്. ഭീകരാക്രമണത്തിന് 15 ദിവസം മുൻപാണ് ഇയാൾ കട തുറന്നത്. എന്നാൽ ഭീകരാക്രമണം നടന്ന ദിവസം കട തുറന്നില്ല. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, അതൊരു സംശയാസ്പദമായ സാഹചര്യം തന്നെയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത, ആ സംശയം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ NIA സംഘം ചോദിച്ചറിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഭീകരാക്രമണം നടന്ന മേഖലയിൽ അയാൾ കട നടത്തി വരുന്ന ആളായിരുന്നു. ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് അയാൾ അവിടെ കട നടത്തിയിരുന്നു. 15 ദിവസമായി തുടർച്ചയായൊക്കെ അദ്ദേഹം അവിടെ കട നടത്തിയിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ ഭീകരാക്രമണം ഉണ്ടായ ദിവസം ആ മേഖലയിൽ കട നടത്തിയിരുന്നില്ല എന്നൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇയാളിൽ നിന്ന് തേടുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നോ, അതോ ഈ തരത്തിൽ ഏതെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യം ആ മേഖലയിൽ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അയാളിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ അയാൾ എടുത്തിട്ടുണ്ട്. അയാൾ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആക്രമണത്തിന് 15 ദിവസം മുൻപ് കട തുറക്കുന്നു, പിന്നീട് ആക്രമണം നടന്ന ദിവസം തുറന്നിട്ടുമില്ല. അപ്പം സംശയാസ്പദം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ NIAക്ക് ലഭ്യമാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളതുണ്ടാവും. അപ്പോൾ അറിയിപ്പുകൾ നമ്മൾ ചില സെഗ്മെൻറ്റുകളായി കൊടുക്കാറുണ്ട്. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വാക്കിലും നമ്മൾ പുതിയൊരു സെഗ്മെൻ്റായിട്ട് അറിയിപ്പുകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ, അറിയിപ്പുകൾ. സംവിധാൻ ബച്ചാവോ റാലിയും പൊതുസമ്മേളനവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തുണ്ടാകും. KC വേണുഗോപാൽ MP, KPCC പ്രസിഡന്റ് K സുധാകരൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് പങ്കെടുക്കുക. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് വലിയ പ്രകടനവും നടത്തും. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന ജേർണലിസം കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഈ മാസം 23 ആണ് അവസാന തീയതി. അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിലാകും പ്രവേശനം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ DPharm പാർട്ട് 1 റെഗുലർ കോഴ്സിന്റെ സപ്ലിമെന്ററി ഫലം പ്രസിദ്ധീകരിച്ചു. 2025 ജനുവരിയിൽ നടന്ന പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയം പുറത്തിറക്കുന്ന വോട്ട് ന്യൂസ് ലെറ്ററിന്റെ ആദ്യ പതിപ്പിന്റെ പ്രകാശനം നാളെ നടക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് ഓൺലൈനായാണ് പ്രകാശനം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ പ്രകാശന കർമ്മം നിർവഹിക്കും. കേരള സംഗീത നാടക അക്കാദമി ജൂൺ 20 മുതൽ 26 വരെ ചമയപ്പുര എന്ന പേരിൽ ദേശീയ ചമയ ശില്പശാല സംഘടിപ്പിക്കുന്നു. ദേശീയ അവാർഡ് ജേതാവ് മേക്കപ്പ് മാൻ പട്ടണം റഷീദ് നയിക്കുന്ന ശില്പശാലയിൽ നാടകം, നൃത്തം, ചലച്ചിത്രം, ക്ലാസിക്കൽ ഫോക്ക് തുടങ്ങിയ മേഖലകളിലെ ചമയങ്ങളെപ്പറ്റി പ്രായോഗിക പരിശീലനമുണ്ടാകും. സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഇപ്പം നല്ല ചൂട്, ഇപ്പൊ ഈ സമയത്താണെങ്കിൽ പോലും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ സ്മിത? ഒരുപാട് വാഹനങ്ങൾ കൂടി തുടങ്ങി. ഇതിലൊക്കെ നന്നായിട്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന ഒരു സമയമാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ ആവണങ്കോട് സരസ്വതി ക്ഷേത്രം, അത് പ്രശസ്തമായ ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. കുറേ പേര് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് കേട്ടോ. ഈ A+ ആരിഫ് ഹാഷ്മി, അതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു പരീക്ഷകളുടെ റിസൾട്ട്സ് ഒക്കെ വരുന്ന സമയമൊക്കെ ആയല്ലോ. A+ കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ ശകാരിക്കരുത്, മറ്റുള്ളവരുടെ മുന്നിൽ ഇകഴ്ത്തി സംസാരിക്കുന്നതും അവനെ അല്ലെങ്കിൽ അവളെ കണ്ടു പഠിക്കൂ എന്നുള്ള സ്ഥിരം പല്ലവിയും അവരിൽ മാനസിക സംഘർഷമുണ്ടാകും. രോഗമറിഞ്ഞ് ചികിത്സിക്കുക. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. കുട്ടികളെ മാത്രമല്ല, എന്തിനാണ് മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത്? ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക. ഇനി അഥവാ മാർക്ക് കുറഞ്ഞാൽ എന്താണ്, അടുത്ത പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാകട്ടെ. പിന്നെ തോൽവിയും പരാജയവും ഒന്നും ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു നല്ല സന്ദേശമായിട്ട് തോന്നി. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് കേസിലെ ഏകപ്രതി. കുറ്റകരമായ നരഹത്യ, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 24 എക്സ്ക്ലൂസീവ്. ഈ വർഷം ജനുവരി 26-ാം തീയതിയാണ് ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിതയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ശരീരമാസകലം അതിക്രൂരമായ മുറിപ്പാടുകളുണ്ടായിരുന്നു. 6 ദിവസം ആശുപത്രിയിൽ കിടന്ന പെൺകുട്ടി 7-ാം ദിവസം മരണത്തിന് കീഴ്പ്പെട്ടു. കേസിലെ പ്രതി പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ അനൂപ് എന്ന യുവാവ്. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് 120ഓളം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. സംശയത്തെ തുടർന്ന് അനൂപ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അനൂപ് തന്നെ പെൺകുട്ടി തൂങ്ങിയ കയർ അറുത്തിട്ടെങ്കിലും മരിച്ചെന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കടന്നുകളഞ്ഞുവെന്നാണ് കുറ്റപത്രം. പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകം.
കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. 150ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ് എന്നിവ പോലീസ് കണ്ടെത്തിയിരുന്നു. കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 3-ാം മാസമാണ് ചോറ്റാനിക്കര SHO മനോജിന്റെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അനൂപിനു വേണ്ടി സ്വന്തം അമ്മയെ പോലും ആ പെൺകുട്ടി തള്ളിപ്പറഞ്ഞിരുന്നു. ഒടുവിൽ സംശയത്തിന്റെ പേരിൽ അനൂപ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാകുമെന്നാണ് ചോറ്റാനിക്കര പോലീസിന്റെ പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അപ്പോൾ അർഹമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുടെ അമ്മയെ പോലും പെൺകുട്ടി തള്ളി പറഞ്ഞിരുന്നു ഈ അനൂപിന് വേണ്ടി. എന്നിട്ടാണ് അനൂപിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഈ കോഴിക്കോട് നിന്നാണ് ബാലുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം കണ്ടത് കാട്ടുപൂച്ച എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവി നടന്നു പോകുന്നത് കണ്ടെത്തിയിരുന്നു. അതാണ് ഇപ്പോൾ കാട്ടുപൂച്ചയാണെന്നുള്ള സ്ഥിരീകരണം. സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. സമീർ, എന്തായാലും ആ പ്രദേശവാസികൾക്ക് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. കാട്ടുപൂച്ചയാണെന്ന് ഉറപ്പിക്കുകയാണല്ലോ വനം വകുപ്പ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിതാസ്മിത, തീർച്ചയായും ആ നാട്ടുകാർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ഇന്ന് പുലർച്ചയോട് കൂടെയാണ് ഇത്തരത്തിൽ അവിടെ പുലിയെ കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞത്. അതേ തുടർന്ന് വിശദമായിട്ടുള്ള പരിശോധന വനംവകുപ്പ് നടത്തി. പ്രധാനമായും അവിടെയുള്ള സുബൈദ എന്ന പ്രദേശവാസികളുടെ വീടിനോട് ചേർന്നാണ് ഈ പുലി എന്ന് സംശയിക്കുന്ന ജീവി കടന്നുപോയത്. തുടർന്ന് നടത്തിയുള്ള പരിശോധനയിൽ ആ CCTV ദൃശ്യങ്ങളിൽ അത്തരത്തിൽ ഒരു ജീവി പോകുന്നതും കണ്ടു. അതേ തുടർന്നാണ് പ്രദേശവാസികളെല്ലാം വലിയ ആശങ്കയിലാവുകയും പിന്നീട് കാര്യങ്ങളെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി തന്നെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ആ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പിന്നീട് അവരുടെ കാൽപ്പാടുകളും പരിശോധിച്ചു. ആ വേളയിലാണ് പുലിയല്ല, അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല, കാട്ടുപൂച്ചയാണ് എന്ന് സ്ഥിരീകരിച്ചത്. ഇതാണ് വലിയൊരു ആശ്വാസമായിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പ്രദേശത്ത് പുലിയെ കാണുകയും തുടർന്ന് കൂട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് ഈ പുലർച്ചയോടുകൂടെ ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായത്. ഏതായാലും ആ ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ അറുതിയായിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയല്ല, അത് കാട്ടുപൂച്ചയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ അതേസമയം തന്നെ വളർത്തു മൃഗങ്ങളെയും അതുപോലെ കോഴി ഉൾപ്പെടെയുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്നവർ അത്തരം കാര്യങ്ങൾ ബാലുശ്ശേരിക്കാർക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസമായിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കാറും ഓട്ടോയും കൂട്ടിയിടിച്ചു തീപിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന ശ്രീകാര്യം സ്വദേശിനി സുനിതയാണ് മരിച്ചത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, പറയൂ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, ഇത് ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. കാറും ഒരു ബൈക്കും ഒരു ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കാറ് വന്ന് ഓട്ടോയിലും ബൈക്കിലും ഇടിച്ചു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ പുലർച്ചെ 3:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാണ് വെന്തു മരിച്ചത്. ഈ അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന അയാൾ ഓട്ടോ ഓടിച്ചിരുന്ന ശ്രീകാര്യം സ്വദേശിയായിട്ടുള്ള സുനി എന്ന ആളാണ് മരിച്ചത്. ഒരു ബൈക്കും ഇവിടെ കിടപ്പുണ്ട് അപകടത്തിൽപ്പെട്ട്. ഇവിടെ ചില നാട്ടുകാരൊക്കെ, ചേട്ടാ നിങ്ങളൊക്കെ ഈ സമയത്തല്ലോ ഉണ്ടായിരുന്നു ഇവിടെ? ഇപ്പം ചില നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇതിൽ രക്ഷപ്പെടുത്തിയത്. ഈ ഓട്ടോറിക്ഷയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിരുന്ന ഒരാളും ഉണ്ടായിരുന്നു. ഈ ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് ഈ പെട്രോൾ പോലുള്ള എന്തോ ദ്രാവകം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത് ഈ അപകടത്തെ തുടർന്ന് പെട്ടെന്ന് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് തീപിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന ശ്രീകാര്യം സ്വദേശിനി സുനിതയാണ് മരിച്ചത്. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, ഈ അപകടവുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമാകുന്നുണ്ട്? ഈ ഓട്ടോയിൽ സുനിത മാത്രമായിരുന്നോ യാത്ര ചെയ്തിരുന്നത്? മറ്റ് യാത്രക്കാരുണ്ടായിരുന്നോ?
സ്മിത, അതാ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഓട്ടോറിക്ഷയുടെ അവശിഷ്ടങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ സ്ഥലത്തെല്ലാം ഉണ്ടായിരുന്നു? ഇപ്പോഴും ഉണ്ടായിരുന്നു ആ സമയത്ത്? നമ്മൾ രാവിലെ അറിഞ്ഞത് വെളുപ്പിനെ അറിഞ്ഞത്. ഇവിടെ പോയിട്ട് എവിടെയുള്ള ആൾ പേരെന്താണ്? ഇവരുടെ ഹോട്ടലുണ്ടായിരുന്നത് പേര് സുനി എന്നാണ്. സുനി താമസിക്കുന്ന മങ്കാട്ടോടാണ്. പേര് സുനിയാണ്, മങ്കാട്ടോടാണ് താമസിക്കുന്നത്. ഓ, കൂടെ ഉണ്ടായിരുന്ന യാത്രയാണോ അതോ വീട്ടിൽ ബന്ധുക്കൾ ആരെങ്കിലും ആണോ കൂടെ ഉണ്ടായിരുന്നത്? ഇല്ല, അവർ പണിക്ക് പോയതാണ്. അപ്പോഴാണെങ്കിൽ പട്ടത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് രാവിലെ ഫോൺ വിളിച്ച് പറഞ്ഞത്. ബാക്കി ഇനി പോയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണല്ലേ കൂടെ? അപ്പം അതാണ്, രണ്ടുപേരായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു. ഒരാളുടെ നില, അതായത് ഈ ആളുകൾ രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ ശരീരത്തിൽ 80%-ലധികം പൊള്ളലേറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരാളുടെ ആരോഗ്യനില, അതായത് 50% പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ പെട്ടെന്ന് പുറത്തെത്തിക്കാനായതിനാൽ, പെട്ടെന്ന് തീ അണച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിനാൽ അവരുടെ ജീവൻ രക്ഷിക്കാനായി. പക്ഷെ മറ്റു 2 പേർ കൂടി ചികിത്സയിലുണ്ട്. ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഉണ്ടായിരുന്നവർ കൂടാതെ ഈ കാറിനകത്തുണ്ടായിരുന്ന ഒരു അയാൻ എന്ന പേരുള്ള ആളാണ്. അയാളെയും പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ ഇരുചക്ര വാഹനം ഓടിച്ചിരുന്ന ആളും ഇപ്പോൾ ചികിത്സയിൽ തന്നെ ആണ് ഉള്ളത്. ഇപ്പോൾ ചില ആളുകളെ, അതായത് വിവരങ്ങൾ നൽകിയിരുന്നത്. എന്തായാലും രാവിലെ തന്നെ ആ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നത്. ഇവിടെ ട്രെയിൻ പോകുന്നുണ്ട്. ആ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം. വേറെ ശബ്ദമൊന്നും കേൾക്കുകയില്ല. സുശീല പറയുകയാണ്, നിങ്ങൾ ഈ മൈക്കും പിടിച്ച് നടന്നു പോകുന്നത് കാണാൻ ഒരു ആനച്ചന്തമുണ്ട്. പ്രജിനെയും കൂടി കൂട്ടാമായിരുന്നു, ഇടയ്ക്കൊരു പാട്ട് പാടൂന്ന്. അപ്പൊ നമ്മള് പാട്ട് തുടക്കത്തിലാണ് ഇപ്പൊ പാടുന്നത്. ഈ പരിപാടി തുടങ്ങും, അത് കൃത്യം 6 മണിയാകുമ്പോ നമ്മൾ പാടി തുടങ്ങും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വാർത്തകളുടെ സമയമാണല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കിയാൽ പ്രവിതയുടെ നല്ല അതിസുന്ദരമായ ഒരു പാട്ട് കേൾക്കാട്ടോ. രാവിലെ വരാൻ വൈകിയത് കൊണ്ടായിരിക്കും ആ പാട്ട് മിസ്സായത്. നീതു ജോർജ് ചോദിക്കുകയാണ്, കമ്പയർ ചെയ്തത് എന്ന് അറിയാം, എന്നാലും കുട്ടികളുടെ റിസൾട്ട് കിട്ടുമ്പോൾ അറിയാതെ മറ്റുള്ള കുട്ടികളുടെ മാർക്സ് ചോദിച്ചു പോകും. അതൊരു ശീലമായി മാറിപ്പോയി. മാറ്റണോ? അത് ആ ശീലം മാറ്റണം. മാറ്റുവിൻ ചട്ടങ്ങളെ. ജയൻ നായർ പറയണേ, തലൈവർ വരാൻ സമയമായി, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. തലൈവരുടെ പറ്റിലൊരു ചായ കുടിച്ചോ? എന്നാ ശരി. അതെ, 2 പേര് ഏട്ടത്തി അനിയത്തി പോലെ ഉണ്ടല്ലോ എന്നാണ് കൺഫ്യൂസ്ഡ് ബേബി ഒക്ടോപ്പസ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആയല്ലേ? കൂടുതൽ ചിരിച്ചാൽ തലയ്ക്ക് ഓളം എന്ന് പറയുന്നു ജയൻ നായർ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ചിരി കൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. പിന്നെ ഈ അസ്ഥാനത്ത് ചില വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പോയിട്ട് നമ്മൾ വല്ലാതെ ചിരിക്കുന്നത്, ചില സിനിമയിലെ ശ്രീനിവാസൻ അങ്ങനെ ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ബിന്ദു പറയുന്നുണ്ട്, നിങ്ങളുടെ ചിരിയാണ് ഞങ്ങളുടെ പോസിറ്റീവ് എനർജി, എന്ത് വന്നാലും അങ്ങ് ചിരിച്ചുകൊണ്ട് എന്ന് പറയുന്നു. സത്യവാ. ഒപ്പം തന്നെ ഞാൻ സ്വയം ചിരിക്കുന്നു എന്ന് അബ്ദുൾ അസീസ് പറയുന്നുണ്ട്. ചിരിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചാൽ നമ്മൾ അറിയാണ്ട് ചിരിച്ചു. അങ്ങനെയാണ്, കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത് അല്ലെ? പകർച്ചവ്യാധിയാണ് ചിരി. ചിരിച്ചുകൊണ്ടേയിരിക്കാം നമ്മളപ്പോ. ഇന്നത്തെ സന്ദേശവും അത് തന്നെയാണ്.